കോഴിക്കോട് കൊടുവള്ളിയിൽ ക്വട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കണ്ടെത്തി വീട്ടിലെത്തിച്ച അന്വേഷണ സംഘം. സംഭവം നടന്ന 5-ാം ദിവസമാണ് അനൂസ് റോഷനെ മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്ന് കണ്ടെത്തിയത്. മൈസൂരിൽ ഒളിപ്പിച്ച യുവാവിനെ പോലീസിന്റെ സാന്നിധ്യം അറിഞ്ഞതോടെ പ്രതികൾ ടാക്സിയിൽ കയറ്റി കേരളത്തിലേക്ക് അയക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. തന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ലെന്നും പ്രതികളെക്കുറിച്ച് അറിയില്ലെന്നും അനൂസ് റോഷൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. 5 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പടി കടന്ന് അനൂസ് റോഷൻ വീട്ടിലെത്തുന്നത്. ആരും ഉപദ്രവിച്ചിട്ടില്ലെന്നും എല്ലാ ദിവസവും ഒരേ സ്ഥലത്താണ് തട്ടിക്കൊണ്ടുപോയവർ താമസിപ്പിച്ചതെന്നും അനൂസ് റോഷൻ പറഞ്ഞു. ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, പരിചയമില്ലാത്തവരാണ്, അറിയില്ല, ആരെയും അറിയില്ല. 6 പേരുണ്ട്. ഞാൻ ഉറങ്ങുമ്പോഴായിരുന്നു അവരിറങ്ങിപ്പോയി. എല്ലാ കാര്യങ്ങളിലും നിങ്ങളോട് സഹകരിച്ച എല്ലാവരോടും, നാട്ടുകാർ, ആക്ഷൻ കമ്മിറ്റി, അവരോടൊക്കെ നമുക്ക് വളരെ ബഹുമാനവും ആദരവുമാണുള്ളത്. മേലിൽ നിങ്ങളൊക്കെ സഹായ സഹകരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. കൊടുവള്ളി സ്വദേശിയായ അനൂസ് റോഷനായി പോലീസ് അന്വേഷണം ശക്തമാക്കിയതോടെയാണ് തട്ടിക്കൊണ്ടുപോയി 5-ാം ദിവസം മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്നും പോലീസ് കണ്ടെത്തിയത്. മൈസൂരിലെ രഹസ്യ കേന്ദ്രത്തിൽ ഒളിപ്പിച്ചിരുന്ന യുവാവിനെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചുവെന്ന് മനസ്സിലായതോടെ പ്രതികൾ അനൂസ് റോഷനെ കേരളത്തിലേക്ക് ടാക്സിയിൽ കയറ്റി വിടുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. പ്രതികൾ പോലീസിൻ്റെ സാന്നിധ്യം അറിഞ്ഞു പാലക്കാട് ഇറങ്ങി. തുടർന്ന് വാഹനം കൊണ്ടോട്ടിയിൽ വെച്ച് ഇൻ്റർഫിയർ ചെയ്തിട്ടാണ് അനൂസ് റോഷനെ ഞങ്ങളിപ്പോൾ മോചിപ്പിച്ചത്. അനൂസിന്റെ സഹോദരൻ അജ്മലുമായുള്ള സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് ക്വട്ടേഷൻ സംഘം അനൂസിനെ തട്ടിക്കൊണ്ടുപോയതെന്നും പോലീസ് വ്യക്തമാക്കി. ഇതൊരു ക്രൈം സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ്. നേരിട്ടും അല്ലാതെയും ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. 2 കേസുകളിലായിട്ട് 3 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവും. കേസുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റു പ്രതികൾക്കായി പോലീസ് കഴിഞ്ഞ ദിവസം ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നാടകീയമായി അനൂസ് റോഷനെ കണ്ടെത്തുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.